ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലംസിന് ഇന്ന് ഏറ്റവും കൂടുതൽ അസിഡിറ്റി നമ്മൾ ഒന്നെങ്കിൽ ഇൻഡസ്റ്റൈന് അസിഡിറ്റി കുറയ്ക്കാനുണ്ട്. ഇപ്പം അതിന് വളരെ അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഈ വേഗസ് നെർവ് കട്ട് ചെയ്യുന്ന സർജറിയൊക്കെ ചെയ്തിരുന്നു. അതിന് പകരം ഇപ്പം പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുണ്ട്. അതാണ് ഈ പാൻറ്റപ്രസോൾ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അസിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തരുന്ന മരുന്നാണത്. അപ്പം ആ മരുന്നാണ് അസിഡിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, പിന്നെ ഗ്യാസിന് നമ്മൾ ഗ്യാസ് കുറയ്ക്കാനുള്ള മരുന്നുകൾ. ഇതൊക്കെയാണ് നമുക്ക് മരുന്നായിട്ട് എടുക്കാവുന്നത്. പക്ഷേ നമ്മൾ ഈ മരുന്നുകൾ ആസിഡ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ അത് പ്രൊട്ടക്റ്റീവാണ്. ആക്ച്വലി അവിടുത്തെ ആസിഡ് അല്ല കുഴപ്പമുണ്ടാകുന്നത്. ബേസിക്കലി നമ്മളുടെ ആ അമാശയത്തിൻ്റെ മ്യൂക്കോസയുടെ ശക്തി കുറഞ്ഞു പോകുമ്പോഴാണ് അവിടെ അൾസർ ഉണ്ടാകുന്നത്. പക്ഷെ ആ ആമാശയത്തിൻ്റെ മ്യൂക്കോസയുടെ ശക്തി കുറയുന്നതിൻ്റെ, അല്ലെങ്കിൽ അത് അട്രോഫിക് ആകുന്നതിൻ്റെ, അല്ലെങ്കിൽ അതിനൊരു ഇൻഫ്ലമേഷൻ വരുന്നതിൻ്റെ കാരണം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ അതോടെ ആസിഡിനെ സപ്രസ് ചെയ്ത് അവിടെ ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നമ്മളവിടെ സപ്രസ് ചെയ്യാന് ആസിഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യണം, അതുപോലെ നമ്മളുടെ ഈ എന്തെങ്കിലും കഴിക്കുന്ന ഇതിനകത്തുള്ള അണുക്കളെ കൊല്ലാനും കൂടെയാണത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് വെരി സ്ട്രോങ് ആൻറ്റിസെപ്റ്റിക്കും, അത് അണുക്കളെ കൊല്ലാനുള്ള സാധനമാണ്. പക്ഷെ അതിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ സപ്രസ് ചെയ്യുക. കാരണം അത്രയും അസിഡിക് എൻവിറോൺമെൻറ്റ് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല നമ്മളുടെ സ്റ്റൊമക്കിന്. അപ്പോൾ അവിടെ അൾസർ വരും. അൾസർ വന്നു കഴിഞ്ഞാൽ നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ അതിന് ഹോളൊക്കെ വന്ന് നമ്മൾ വലിയ പെർഫറേഷൻ എന്ന് പറയും. ഈ ഒരു തുളയൊക്കെ, ഇതിനൊക്കെ വളരെ കട്ടി കുറവാണ്. നമ്മളുടെ മറ്റേ കുടലിൻ്റെയൊക്കെ തിക്നെസ് വളരെ കുറവാണ്. ഇപ്പം സ്മോൾ ഇൻറ്റസ്റ്റൈനിലൊക്കെ 0.5 മില്ലിമീറ്റർ തിക്നെസ്സേ ഉള്ളൂ. 0.3 മില്ലിമീറ്റർ ടു 0.5 മില്ലിമീറ്ററേ ഉള്ളൂ. അവിടെ ഒരു അൾസർ വന്നത് ഡെപ്ത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പെർഫറേഷൻ വന്ന് ഈ കുടലിലെ കണ്ടൻ്റൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് വരും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് വരാതിരിക്കാനും കൂടെ ആണ് നമ്മൾ ഈ ആൻറ്റി അസിഡിറ്റി മരുന്നുകളൊക്കെ എടുക്കുന്നത്. പക്ഷെ അതൊക്കെ ഷോർട്ട് ടൈമിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പം നമുക്കൊരു വയറിനൊരു പ്രോബ്ലം വന്നു, നമ്മൾ ഒരു ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ ഒരു 10-15 ദിവസം വരെ എടുക്കാം, ഓർ മേ ബി 1 മാസമോ 2 മാസമോ. പക്ഷേ ഇത് ലൈഫ് ലോങ് വർഷങ്ങളോളം എടുക്കുമ്പോഴേക്കും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്ത് നമ്മൾ പലവിധ പ്രോബ്ലമിലേക്കും പോകാം. ഈവൻ നമ്മളുടെ മൈക്രോബയോമിനെ തന്നെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാം. ഈ പല മരുന്നുകളുടെയും പ്രോബ്ലം അതാണ്. നമ്മളുടെ മൈക്രോബയോം, നമ്മുടെ ഈ ഉള്ളിലുള്ള ബാക്ടീരിയാസിനെയൊക്കെ അതിന് പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ അത് നമുക്ക് പലതരം രോഗങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാം. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.